നമസ്കാരം. സംസ്ഥാനത്തെ തദ്ദേശ വാർഡ് പുനർവിഭജനമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വാർത്തകളിൽ ഇടം പിടിക്കുന്നത്. ഗ്രാമപഞ്ചായത്തിൽ 1000 പേർക്ക് ഒരു വാർഡ് എന്നാണ് കണക്ക്. 941 പഞ്ചായത്തുകളിലും 87 മുനിസിപ്പാലിറ്റികളിലും 6 കോർപ്പറേഷനുകളിലുമായി ജനസംഖ്യ, ഭൂപ്രകൃതി തുടങ്ങിയവ പരിഗണിച്ച് വിഭജിക്കുമ്പോൾ ഏറെക്കുറെ എല്ലാ വാർഡുകളുടെയും അതിർത്തിയിൽ മാറ്റമുണ്ടാകും എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. തിങ്കളാഴ്ച ചേർന്ന പ്രത്യേക മന്ത്രിസഭാ യോഗമാണ് ഈ വാർഡ് പുനർവിഭജനത്തിനായി ഓർഡിനൻസ് ഇറക്കാൻ തീരുമാനിച്ചത്. 2011 സെൻസസ് അനുസരിച്ചുള്ള വിഭജനം വഴി ഓരോ തദ്ദേശ സ്ഥാപനത്തിനും ഒരു വാർഡുകൾ വീതം കൂട്ടാനാണ് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴിതാ സംസ്ഥാനത്തെ തദ്ദേശ വാർഡ് പുനർവിഭജനത്തിനായുള്ള ഓർഡിനൻസിൽ അനുമതി വൈകുമെന്ന തരത്തിലുള്ള ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ്. ഓർഡിനൻസ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് അയച്ചിരിക്കുകയാണ്. ഈ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതിക്ക് ശേഷം ഇതേ ഓർഡിനൻസ് വീണ്ടും ഗവർണർക്ക് അയക്കേണ്ടതുണ്ട്. ഓർഡിനൻസ് കഴിഞ്ഞ ദിവസം ഗവർണർ ഒപ്പിടാതെ മടക്കിയതോടുകൂടിയാണ് കേരളത്തിലെ CPM സർക്കാർ വെട്ടിലായത്. തദ്ദേശ വാർഡ് പുനർനിർണയത്തെ UDF കണ്ണടച്ച് എതിർക്കുന്നില്ല എന്നതുകൂടി നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ പുനർവിഭജന കമ്മീഷനെ ഉപയോഗിച്ച് ഏകപക്ഷീയമായി നീങ്ങാനാണ് CPM ഉദ്ദേശിക്കുന്നതെങ്കിൽ രാഷ്ട്രീയ നിയമ മാർഗങ്ങൾ തേടാൻ തന്നെയാണ് UDFന്റെയും തീരുമാനം. എന്തായാലും CPMന്റെ ഈ തദ്ദേശ വാർഡ് പുനർവിഭജനം എന്നുള്ള നീക്കം അത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാര്യമായ രാഷ്ട്രീയ ചലനങ്ങൾ ഉണ്ടാക്കുമെന്ന് ഉറപ്പാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നാൽ ഭരണവിരുദ്ധ വികാരമുണ്ടാകും എന്ന കാര്യം CPMന് നന്നായി അറിയാം. ഇത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് വീണ്ടും അധികാരത്തിലെത്തുക എന്ന ലക്ഷ്യം കൂടി മുന്നിൽ കണ്ടുകൊണ്ട് പ്രതിപക്ഷത്തെ പോലും അറിയിക്കാതെ CPM ഇരുതല മൂർച്ചയുള്ള ഈ വാർഡ് വിഭജനം എന്നുള്ള ആയുധവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനൊപ്പം ചേർത്ത് വായിക്കേണ്ട മറ്റൊന്ന് സംസ്ഥാനത്ത് BJP ആരംഭിച്ചിരിക്കുന്ന നീക്കങ്ങൾ തന്നെയാണ്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് BJP പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു എന്ന് തന്നെയാണ് BJPയുമായി അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കണം എന്നുള്ള കർശനമായ നിർദ്ദേശം കേന്ദ്രത്തിൽ നിന്നും സംസ്ഥാന നേതൃത്വത്തിന് ലഭിച്ചിട്ടുമുണ്ട്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ചിത്രം ആകെ മാറും എന്ന് സംസ്ഥാനത്തിന് ചുമതലയുള്ള BJP നേതാവ് പ്രകാശ് ജാവദേക്കർ ഏതാനും മാസങ്ങൾക്ക് മുൻപ് തന്നെ അവകാശപ്പെട്ടിരുന്നു. കേരളത്തിലെ തെരഞ്ഞെടുപ്പുകളിൽ BJPക്ക് സാധാരണയായി 15% വോട്ട് വിഹിതം ലഭിക്കുന്നത്. അത് 25%ലേക്കെങ്കിലും ഉയർത്തിയെങ്കിൽ മാത്രമേ അവർക്ക് കാര്യമായ ഒരു വിജയം നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. കേരളത്തിൽ തങ്ങൾ നടത്തിയ സർവേകളിലൊക്കെ മോദിക്കുള്ള അംഗീകാരം 40%-നടുത്താണ്. അതുകൊണ്ട് തന്നെ ഇത് BJPക്ക് കൂടിയുള്ള അംഗീകാരമാക്കി മാറ്റുക എന്ന വലിയ ഒരു വെല്ലുവിളി തന്നെയാണ് സംസ്ഥാന നേതൃത്വത്തിനുള്ളത്. നിലവിലെ സാഹചര്യത്തിൽ പശ്ചിമ ബംഗാളും മഹാരാഷ്ട്രയും അടക്കമുള്ള സംസ്ഥാനങ്ങളിലൊക്കെയും പ്രവർത്തിക്കാനാണ് കേരളത്തിലെ BJP നേതാക്കളെ നിയോഗിച്ചിരിക്കുന്നത്. ശോഭാ സുരേന്ദ്രനും K സുരേന്ദ്രനും അടക്കമുള്ള നേതാക്കളൊക്കെയും മറ്റ് സംസ്ഥാനങ്ങളിൽ ചുമതലകൾ വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഓളം അടങ്ങുന്നതോടുകൂടി ഈ നേതാക്കളൊക്കെ സംസ്ഥാനത്ത് വലിയ തോതിൽ തന്നെ സജീവമാകാനുള്ള സാധ്യതകളുണ്ട്. CPM ഈ വാർഡ് വിഭജനം എന്നുള്ള ഒരു തന്ത്രവും കൂടി മുന്നിൽ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ BJP വോട്ട് വിഹിതം ഉറപ്പിക്കാനുള്ള എല്ലാ നീക്കങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. അങ്ങനെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരുക്കങ്ങൾ BJPയും CPMഉം ഔദ്യോഗികമായി തന്നെ ആരംഭിച്ചു കഴിഞ്ഞു എന്ന് വേണമെങ്കിലും ഇതിനെ വ്യാഖ്യാനിക്കാം. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.